ശാരദ പറയുകയാണ്, തറവാട്ടുകാരാകുമ്പോൾ അച്ഛനെ പറ്റിയൊക്കെ അന്വേഷിക്കും. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അന്വേഷിച്ചാൽ എന്താ? അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് അവർക്കൊരു തെറ്റായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴും മകളുടെ കല്യാണത്തിന് കൈപിടിച്ചു കൊടുക്കാൻ അതിനുപോലും വരാതിരിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അമ്മയുടെയും മക്കളുടെയും ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നേ നാട്ടുകാര് പറയൂ. പിന്നെ ആ പഴിയും പേറിയായിരിക്കും ശാരികയുടെ ശേഷിച്ചുള്ള ജീവിതം. ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ശാരികയും ശാലിനിയും. ഇനി ഒന്നും കയർത്ത് പറയണ്ടെന്ന് ശാരിക ശാലിനിയോട് ആംഗ്യം കാണിക്കുകയാണ്. ശാലിനി പറയുകയാണ്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വരുന്ന ഒരു പയ്യൻ, അങ്ങനെയുള്ള ഒരു പയ്യനെ തന്നെ ശാരികേച്ചിക്ക് കിട്ടും. നല്ല വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യവും തറവാട്ടു മഹിമയും ഒക്കെയുള്ള ഒരു പയ്യൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. അന്നേരം ശാരിക കട്ടൻ ചായ കൊണ്ട് കൊടുക്കുകയാണ് ശാരദാമ്മയ്ക്കും ശാലിനിക്കും. പിന്നീട് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ ഹോട്ടലിന്റെ ഗേറ്റിന് മുന്നിൽ വന്നു നിൽക്കുന്ന രാജീവനെയാണ്. ഗേറ്റ് പതിയെ തുറന്ന് അകത്തേക്ക് വരികയാണ് രാജീവ്. അന്നേരം ഹോട്ടലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. രാജീവൻ പറയുകയാണ്, വിശന്ന് വന്ന് കയറിയപ്പോൾ വയറു നിറയെ ഭക്ഷണം തന്നു. അതും ആ കുട്ടിക്ക് കഴിക്കാൻ മാറ്റിവെച്ചിരുന്നത്. 10 പൈസ പോലും വാങ്ങാതെ. ശാരികയെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ പറഞ്ഞ് അകത്തേക്കും അവിടെയും ഇടയൊക്കെ നോക്കുകയാണ് രാജീവ്. അന്നേരം രാജീവിന്റെ കൈ തട്ടി അവിടെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ താഴെ വീഴുകയാണ്. ശബ്ദം കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ? ശാലിനി പറയുകയാണ്, അമ്മ എവിടെ നിൽക്ക്, എന്താന്ന് ഞാൻ നോക്കാം. ഒരു ചുവരിന്റെ പിറകിൽ ഒളിഞ്ഞു നിന്ന ശേഷം രാജീവ് പറയുകയാണ്, പണിപാളേ. അന്നേരം കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാലിനി. ആരാ അവിടെയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ രാജീവ് വിചാരിക്കുകയാണ്, ദൈവമേ, കരിങ്കാളിയാണല്ലോ ദർശനത്തിന് വന്നിരിക്കുന്നത്. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, ആരാണെന്നാണ് ചോദിച്ചത്. പിന്നീട് ശ്യാമയും ശാരികയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശാരിക ചോദിക്കുകയാണ്, എന്താ മോളെ ശബ്ദം കേട്ടത്? ശാരികയുടെ ശബ്ദം കേട്ട് രാജീവ് പറയുകയാണ്, നമ്മുടെ ആള് വന്നു. ശാലിനി പറയുകയാണ്, കണ്ടില്ലേ ചേച്ചി, പാത്രങ്ങളൊക്കെ മറിച്ചിട്ടേക്കുന്നത്. ഇവിടെ ആരോ കയറിയിട്ടുണ്ട്. ശ്യാമ പറയുകയാണ്, അത് വല്ല പെരിച്ചാഴിയോ തെരുവുപട്ടിയോ മറ്റോ ആയിരിക്കും ചേച്ചി. അന്നേരം രാജീവ് വിചാരിക്കുകയാണ്, എന്നെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുമോ? ശാരിക പറയാണ്, ഇനി വല്ല കീരിയോ മരപ്പട്ടിയോ ആയിരിക്കും. രാജീവ് പറയാണ്, പെരിച്ചാഴിയായാലും മരപ്പട്ടിയായാലും അടികൊള്ളാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ശ്യാമ പറയുകയാണ്, ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡും CRPCയും ഒക്കെ മനഃപ്പാഠമാക്കി വച്ചിരിക്കുന്ന, കളക്ടറാവാൻ കാത്തിരിക്കുന്ന ശാലിനി ചേച്ചി ഉള്ളപ്പോൾ ഇവിടെ ഏത് കള്ളൻ കയറാനാണ്? രാജീവ് വിചാരിക്കുകയാണ്, കളക്ടർ വെറുതെ അല്ല, ഒരെല്ല് കൂടുതൽ. ശാരിക പറയുകയാണ്, അവള് പറഞ്ഞത് നേരാണ്. നീ വാ മോളെ, നമുക്ക് പോയി കിടക്കാം. നീയും പോയി കിടക്ക്. അത്രയും പറഞ്ഞ് ശ്യാമയും കൂട്ടി ശാരിക അകത്തേക്ക് പോവുകയാണ്. രാജീവ് പറയുകയാണ്, നീ പോ മോളെ, നിന്നെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. പിന്നീട് ശാലിനിയും അകത്തേക്ക് കയറി കതവടയ്ക്കുകയാണ്. ശാലിനിയും പോയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയാണ് രാജീവ്. പെട്ടെന്ന് ശാലിനി കതക് തുറന്നിട്ട്, ഏയ് നിക്കടോ കള്ളൻ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ഒരു മരത്തിന് പിന്നിൽ ഒളിക്കുകയാണ് രാജീവ്. കള്ളനോ, എവിടെ ചേച്ചിന്നും പറഞ്ഞ് വീണ്ടും ശ്യാമയും ഓടി വരികയാണ്. ശാലിനി പറയാണ്, ആ മരത്തിന് പിന്നിലുണ്ട് കള്ളൻ തന്നെ. പേടിച്ച് ശാരിക പറയുകയാണ്, നമുക്ക് പുറത്തുനിന്ന് ആരെയെങ്കിലും വിളിക്കാൻ മോളെ, നമ്മൾ പെണ്ണുങ്ങൾ മാത്രം ഒറ്റയ്ക്ക്. ശ്യാമ പറയുകയാണ്, അതെ, കയ്യിൽ കത്തിയോ തോക്കോ മറ്റോ ഉണ്ടെങ്കിലോ? ശാലിനി പറയുകയാണ്, ഒന്ന് പോടി, ഇതിനിപ്പോ ഞാൻ ഒരാള് തന്നെ ധാരാളമാണ്. അന്നേരം ശാരദാമ്മയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മേ, കള്ളൻ മരത്തിന്റെ അപ്പുറത്ത് മറിഞ്ഞിരിക്കുകയാണ്. അന്നേരം ശാലിനി കയ്യിലൊരു തടി കഷ്ണം എടുക്കുകയാണ്. ശാലിനി പറയുകയാണ്, ഞാൻ ചെന്നടിച്ച് പുറത്തു ചാടിക്കാം, നിങ്ങൾ എല്ലാവരും കൂടി പിടിച്ചോളണം. പെട്ടെന്ന് ശാലിനി അടിക്കാനായിട്ട് ഓങ്ങുമ്പോൾ മുഖം പൊത്തിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് ചാടുകയാണ് രാജീവ്. പെട്ടെന്ന് വെട്ടത്ത് വന്ന ശേഷം രാജീവ് പറയുകയാണ്, അയ്യോ തല്ലരുത്, ഞാനാണ്. ശാലിനി ചോദിക്കുകയാണ്, ഞാനോ? ഞാനെന്ന് വെച്ചാൽ രാജീവ് രംഗനാഥ്, ശ്യാമ പഠിക്കുന്ന കോളേജിലെ ലെക്ചറാണ്. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ലെക്ചറൊക്കെ അങ്ങ് കോളേജില്, ഇയാൾക്കെന്താ ഇപ്പോൾ ഈ മറവിൽ കാര്യം? ഇത്തവണയും കർച്ചീഫുമായിട്ട് വന്നതാണോ? ഇത്തവണ കർച്ചീഫല്ല, പിന്നെ പുതിയതെന്തെങ്കിലും പറയ്. ഞാൻ ഈ നാട്ടിൽ പുതിയതായിട്ടാണേ. അത് നേരത്തെ പറഞ്ഞതാണല്ലോ. അല്ല, ഞാൻ ബാച്ചിലറാണ്. അതിന് ഇവിടന്ന് 3 നേരം ഭക്ഷണം തരുമോന്ന് ചോദിക്കാനാണ്. ദേഷ്യപ്പെട്ട് ശാലിനി വീണ്ടും പറയുകയാണ്, അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നതാണ്. വേഷവും മൂടിയും ഒന്നും നോക്കാതെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അന്നം നൽകുന്നതാണ് കുടുംബശ്രീ ഹോട്ടൽ. കയ്യിൽ കാശില്ലെങ്കിലും വിശപ്പകറ്റാൻ ഭക്ഷണം കൊടുക്കും. ഇവിടെ ടേബിൾ ബുക്കിംഗ് ഒന്നും ഇല്ല. ആദ്യം വരുന്നവർക്ക് ആദ്യം, സമയത്ത് വന്നാൽ കഴിച്ചിട്ട് പോകാം, അത്ര തന്നെ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മോളെ നിക്ക്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാള് പാചകം അറിയാതെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അയാള് പിന്നെ പട്ടിണി കിടക്കൂലേ? അതും ശ്യാമയ്ക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകൻ. നമ്മളിവിടെ
3 നേരവും ഒരാൾക്കുള്ള ഭക്ഷണം കരുതി വെക്കണമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരല്പം താമസിച്ചാലും നമ്മൾ കരുതി വെക്കില്ലേ? അങ്ങനെ വിചാരിച്ചാ മതി ഈ കേസും. കേട്ട് സന്തോഷത്തോടെ രാജീവ് പറയാണ്, കറക്റ്റ് ആണ്, താങ്ക്സ് അമ്മേ, താങ്ക്സ് എ ലോട്ട്. അപ്പോ എനിക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ? ശാലിനി പറയണ, ആ അതെ, അമ്മ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, ഇയാള് പോയാട്ടെ. അപ്പൊ ഞാൻ എന്നാ പോട്ടെ എന്ന് വീണ്ടും ചോദിക്കുകയാണ് രാജീവ്. ഒന്ന് രൂക്ഷമായി ശാലിനി നോക്കുമ്പോൾ രാജീവ് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, പോട്ടെ അമ്മേ, പോയിട്ട് വാ മോനെ. എന്നാ ഞാൻ വരട്ടെ എന്ന് ശാരികയെ നോക്കിയും ചോദിക്കുകയാണ്. തലയാട്ടുകയാണ് ശാരികയും. എല്ലാവരും പോയ ശേഷം ശാലിനി വിചാരിക്കുകയാണ്, ഇത് ഒരു നടയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജീപ്പിന്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു രാവിലെ സുസ്മിത വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് സത്യഭാമ ഹോട്ടൽ ഒഴിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അന്നേരം അവിടേക്ക് എത്തുകയാണ് ദാസനും കമലനും. മദ്യപിച്ച് നടന്ന് വീഴാൻ പോകുന്ന ദാസനെ പിടിക്കുകയാണ് കമലൻ. എന്നെ പിടിക്കണ്ടെന്ന് പറയുമ്പോൾ കമലൻ പറയുകയാണ്, നീ പാമ്പായിട്ട് ഇഴഞ്ഞു പോകുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ പിടിക്കുന്നത്. ദാസൻ പറയാണ്, പാമ്പ് നടക്കുകയല്ലടാ, ഇഴയുകയാണ്. ചിലപ്പോ കൊത്തും, മറ്റു ചിലപ്പോൾ കുത്തുകയും ചെയ്യും. എന്താ നിനക്ക് കാണണോ? വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് കമലൻ ചോദിക്കുകയാണ്, എന്തു പറ്റി ആശാനെ? എല്ലാം കുഴഞ്ഞൊരു പരുവമായി. സുസ്മിതയായിട്ട് എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ് അമ്മ. അപ്പൊ ശാലിനിയോ എന്ന് ചോദിക്കുകയാണ് കമലൻ. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയാണ്, ശാലിനിയോ? അവൾ ആരാടാ എനിക്ക്? എടാ, ദേഷ്യമല്ലാതെ അവൾ എന്തേലും കാണിച്ചിട്ടുണ്ടോ എന്നോട്? ഇഷ്ടത്തോടെ ഒരു വാക്ക് എന്നോട് മിണ്ടിയിട്ടുണ്ടോ? അല്ല, ഒന്ന് നോക്കിയിട്ടുണ്ടോ അവൾ എന്നെ? ഇല്ലല്ലോ. പിന്നെന്തിനാടാ ഞാൻ വിഷമിക്കുന്നത്? അന്നേരം കമലം പറയാണ്, ആശാനെ, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെയാണ്. അതിങ്ങനെ അഴകൊഴാന്നേ നടക്കൂ. ഈ ദാസനെ പോലെ ഒന്ന് മണപ്പിച്ചാൽ മതി, അപ്പോഴേ പാമ്പാകും. അത് കേട്ട് കമലനെ പിടിച്ച് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ദാസൻ. ആശാനെ, എന്നതാ കൊല്ലുന്നേന്ന് വിളിക്കുകയാണ് കമലൻ. അത് കേട്ട് ദേഷ്യത്തോടുകൂടി വിഷ്ണു ദാസനെ പിടിച്ചു മാറ്റുകയാണ്. ദാസൻ പറയാണ്, ആശാനെ, ഇവൻ ഈ ചെറ്റ പറയുന്നതെല്ലാം കള്ളമാണ്. പ്രേമമെന്ന് പറഞ്ഞാൽ മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയാൻ ഇതുപോലെ കുറെ ലവന്മാര് കാണും. ആശാനെ പോലുള്ളവർ അത് വിശ്വസിക്കുകയും ചെയ്യും. അതാണ് ഒടുവിൽ തേപ്പുകടയിൽ പോയി നിൽക്കുന്നത്. എന്തായാലും ആശാന് ഇതിനൊന്നും പോകേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. ഇതൊക്കെ ചുമ്മാ പടമല്ലേ. എന്തായാലും ആശാൻ സ്വന്തം അമ്മയോട് കള്ളം പറഞ്ഞത് ശരിയായില്ല. ഈ പ്രേമമൊക്കെ നമ്മളെ പടുകുഴിയിൽ കൊണ്ടേ ചാടിക്കൂ. അമ്മയല്ലേ ആശാന്റെ ദൈവം, അല്ലാതെ ആ ശാലിനി പെണ്ണല്ലല്ലോ. വിഷ്ണു പറയാണ്, എടാ, ഇതിപ്പോ അതല്ല പ്രശ്നം. നീ വിചാരിക്കുന്ന പോലെയല്ല. അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അപ്പൊ ഞാൻ എങ്ങനെയാണ് എല്ലാരെയും കൂട്ടി അവരുടെ ചായക്കട ഒഴിപ്പിക്കുന്നത്? കമലൻ പറയാണ്, അയ്യോ ആശാനെ, ആ ഗോപാലന്റെ കാര്യം ഞങ്ങളേറ്റു. ദാസൻ പറയുകയാണ്, ആ ഗോപാലന്റെ കാര്യം തീർത്തിട്ടേ ഇനി കമലൻ ദാസന് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമലിനെ വിളിക്കുകയാണ് ദാസൻ. എവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ദാസൻ പറയാണ്, ഇപ്പൊ നീയാണോ ബോസ്, ഞാനാണോ? ബോസ് അണ്ണൻ തന്നെ എന്ന് പറയുമ്പോൾ ദാസൻ പറയണേ, എങ്കിൽ പിന്നെ എന്റെ കൂടെ വാ. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദാസനും കമലനും ഒരു ഷീറ്റ് കൊണ്ട് ദേഹം മുഴുവൻ മൂടിയ ശേഷം 2 തടിക്കഷ്ണവുമായി വഴിയരികിൽ നിൽക്കുകയാണ്. കമലൻ ചോദിക്കുകയാണ്, ഇതുവഴി തന്നെയല്ലേ അയാൾ വരുന്നത്? അതെ, ഈ വഴി തന്നെയാണ് അയാൾ വരുന്നത്. ദാസൻ പറയാണ്, പക്ഷെ കാറിലായിരിക്കും, അതാണ് പ്രശ്നം. എടാ, അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. എടാ, അയാൾ മിക്കവാറും ബാറിൽ നിന്ന് നേരെ വരുന്ന വരവായിരിക്കും എന്നല്ലേ പറഞ്ഞത്? അതെ അതെ, കറക്റ്റ് എന്ന് പറയുകയാണ് ദാസൻ. എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? അന്നേരം മദ്യപിച്ച് കാർ ഓടിച്ചു വരികയാണ് ഗോപാലകൃഷ്ണൻ. കാറിന് മുന്നിലേക്ക് ചാടി വീഴുകയാണ് ദാസനും കമലനും. എന്നിട്ട് പറയാണ്, നിർത്തടാ, ഇറങ്ങി വാടാ വെളിയില്. ഇറങ്ങടാ കാറിൽ നിന്നെന്ന് പറയുമ്പോൾ ഗ്ലാസ് താത്തിട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇറങ്ങിയില്ലെങ്കിലോ? അടിച്ച് ഈ പാട്ടവണ്ടി പീസ് പീസാക്കി പൊട്ടിച്ച് ഇരുമ്പ് വിലക്ക് വിൽക്കും ഞാൻ. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും നിന്നെ. ദാസന്റെ ആ സംസാരം കേട്ട് ദേഷ്യപ്പെട്ട്, എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവർ മൂടിയിരുന്ന ഷീറ്റ് ഗോപാലകൃഷ്ണന്റെ മുഖത്തേക്ക് ഇട്ട് മൂടിയ ശേഷം ഗോപാലകൃഷ്ണനെ അടിക്കുകയാണ് രണ്ടുപേരും. തലങ്ങും വിലങ്ങും മാറി മാറി അടിക്കുകയാണ് രണ്ടുപേരും ഗോപാലകൃഷ്ണനെ. അയ്യോ, അടിക്കല്ലേ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ദാസൻ ചോദിക്കുകയാണ്, ഇതെന്താടാ ഒരേ ശബ്ദം മാത്രം ഉണ്ടാക്കുന്നത്? വീണ്ടും അടിയിടാന്നും പറയുമ്പോൾ കമലനും ദാസനും വീണ്ടും അടിക്കുകയാണ് ഗോപാലകൃഷ്ണനെ. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലിന് മുൻപിലാണ്. ശബ്ദമൊക്കെ കേട്ട് ശ്യാമ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശ്യാമ അകത്തേക്ക് നോക്കി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ചേച്ചി, ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. ഞാനും കേട്ടു, നീ വാ, നമുക്ക് നോക്കാം. ആരാതെന്നും പറഞ്ഞു ശാലിനിയും ശ്യാമയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആരാതെന്ന് ദാസൻ ചോദിക്കുമ്പോൾ കമലം പറയുകയാണ്, മിണ്ടാതിരി, ഏടത്തിയമ്മയാണത്. വിഷ്ണു ആശാൻ അറിഞ്ഞാൽ നമ്മുടെ പരിപ്പെടുക്കും. അത്രയും പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആരാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പെട്ടെന്ന് ഗോപാലകൃഷ്ണന്റെ മുഖത്ത് കിട്ടിയിരിക്കുന്ന ആ ഷീറ്റ് മാറ്റുകയാണ്. അച്ഛനോ എന്ന് ചോദിക്കുകയാണ് ശ്യാമ. അച്ഛൻ എണീറ്റ് പോടോന്നും പറഞ്ഞ് ആ ഷീറ്റ് വീണ്ടും ഗോപാലകൃഷ്ണന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ശ്യാമയെ നീ വാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ശ്യാമ പറയാണ്, നിൽക്ക് ചേച്ചി, ഏതായാലും അച്ഛനല്ലേ.
ഗോപാലകൃഷ്ണൻ പറയാണ്, തല്ലുകൊണ്ട് അച്ഛന്റെ ഞട്ടും പോട്ടും ഇളകി മക്കളെ. ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കെന്നും പറഞ്ഞ് ശാലിനിയുടെ നേർക്ക് കൈ നീട്ടുകയാണ് ഗോപാലകൃഷ്ണൻ. ശാലിനി മുഖം തിരിച്ചു നിൽക്കുമ്പോൾ മോളെ നീയെങ്കിലും എന്ന് ശ്യാമയോട് പറയുമ്പോൾ ചേച്ചിന്ന് വിളിക്കുകയാണ് ശ്യാമ. ശാലിനി പറയാണ്, ശരി, നീ എഴുന്നേൽക്കാൻ സഹായിച്ചോ. അച്ഛനാണെന്ന് കരുതി പൂവിട്ട് പൂജിക്ക്. പക്ഷേ ആദ്യം നിന്റെ പേരെന്താണെന്ന് പറയാൻ പറയ് നിന്റെ അച്ഛനോട്. അത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയാണ്, നീ ശാരിയല്ലേ മോളെ. അത് കേട്ട് ദേഷ്യപ്പെട്ട് ശാലിനി പറയാണ്, ഓ അത് ഞങ്ങളുടെ ചേച്ചി. അപ്പോ ശാലിനി എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, അത് ഞാനാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാലിനി 1, ശാരിക 2. മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ നിങ്ങൾ 3 പേരുണ്ടോ? അപ്പൊ നീ ശശി ശശി എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അത് കേട്ട് ചെ എന്നാക്കുകയാണ് ശ്യാമ. ശശി എന്ന് വെച്ചാൽ ശശികല, അതല്ലേ? അതല്ലാതെ പിന്നെ ശാകൂട്ടി വേറെ പേരേതാണ്? ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ശാകൂട്ടി വേറൊരു പേര് കൂടി ഉണ്ട്. അതേതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ശവം. അതാടോ താൻ സ്വന്തം മക്കളുടെ പേര് പോലും അറിഞ്ഞൂടാത്ത ഒരച്ഛൻ, സൃഷ്ടിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മൃഗം. നീ വന്നേന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി പോവുകയാണ് ശാലിനി. മക്കളെയെന്നും ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. മക്കളേടി ഒന്ന് പിടിക്കടി എന്നൊക്കെ പറയുന്നു. പക്ഷെ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അവർ പോയ ശേഷം പതിയെ എഴുന്നേൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ എല്ലാവരും ചേർന്ന് ഒരു പൂജയിൽ പങ്കെടുക്കുകയാണ്. അന്നേരം അവിടേക്ക് എത്തുകയാണ് അർജുൻ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.